എറണാകുളത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ പട്ടാപ്പകൽ കവർന്നു. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള 24-ാം വാർഡിൽ സ്ഥാപിച്ചിരുന്ന വെയിറ്റിംഗ് ഷെഡിന്റെ അവശിഷ്ടങ്ങളാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത റോഡ് വികസനത്തിന്റെ ഭാഗമായി വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കിയത്. ഈ പൊളിച്ചുമാറ്റിയ വെയിറ്റിംഗ് ഷെഡിന്റെ അവശിഷ്ടങ്ങളാണ് മോഷണം പോയത്. 6 കസേരകളും ഇരുമ്പു പൈപ്പുകളും ഷീറ്റുകളുമാണ് ടിപ്പർ ലോറിയുമായി എത്തി മോഷ്ടാക്കൾ കവർന്നത്. എറണാകുളം ഭാഗത്തേക്കാണ് മോഷണ സാധനങ്ങളുമായി ടിപ്പർ ലോറി കടന്നുപോയതെന്നാണ് വിവരം. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പ്രതികളെ കണ്ടെത്താനായില്ല. മോഷ്ടിച്ച സാധനങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളുണ്ടെങ്കിലും വാഹനത്തിന്റെ നമ്പർ വ്യാജമാണെന്ന് നഗരസഭാ കൗൺസിലർ അമൽ ബാബു പറഞ്ഞു. അത് 2 ലക്ഷം രൂപയോളം വില വയ്ക്കുന്ന സാധനങ്ങളാണ്. ഇന്നലെ പട്ടാപ്പകൽ ഇവിടെ നമ്മുടെ കടാതി ഭാഗത്തുണ്ടായ മോഷണമാണ്. പട്ടാപ്പകൽ 18-ാം തീയതി ഉണ്ടായ മോഷണമാണ്. എന്താണ് അതിൻ്റെ ഇതെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ വണ്ടി നമ്പർ നമ്മൾ പരിശോധിച്ചു. വണ്ടി നമ്പർ വളരെ ഫേക്കായ വണ്ടി നമ്പറാണ്. പൊളിച്ചിട്ട സാധനങ്ങൾ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് അവകാശപ്പെട്ട സാധനങ്ങളാണ്. മുനിസിപ്പാലിറ്റിക്ക് അത് തിരിച്ച് നമ്മൾ സമർപ്പിക്കേണ്ട സാധനങ്ങളാണ്. അതൊരിക്കലും അതിനകത്ത് വേറെ ആർക്കും ഒരു അവകാശമില്ല. 2 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ദേശീയപാത സീനിയർ എഞ്ചിനീയർ അതുൽ പോളിന്റെ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗത്തിൽ കണ്ടെത്തി മോഷണം മുതൽ തിരികെ എത്തിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ അമൽ ബാബുവും ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, കൊച്ചി.